ഹായ് ഫ്രണ്ട്സ്, ഞാനും ഫാദറയും കൂടി പോകുന്നത് ഇന്ന് ഫാദറയുടെ സ്കൂളിലോട്ടാണ്. ഇന്ന് ഫാദറയുടെ സ്കൂളിലെ ആദ്യത്തെ പാരൻസ് മീറ്റിംഗ് ആണ്. ഇപ്പം ഫാദറ സ്കൂളിൽ പോയി തുടങ്ങിയിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് പാരൻസ് മീറ്റിംഗ് ആയി. ഫാദറ ഭയങ്കര സന്തോഷത്തിലാണ്. ലിഫ്റ്റിലൊക്കെ കയറി ജിയിലൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ പ്രസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത് ഫാദറയുടെ സ്കൂൾ ID കാർഡ് ഇടണമായിരുന്നു. പാരൻസ് മീറ്റിങ്ങിന് പോകുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ID കാർഡ് ഇടണം. നമ്മൾ കൊണ്ടാക്കുകയും വിളിക്കുകയും പോകുമ്പോഴത്തേക്കും നമുക്കും തന്നിട്ടുണ്ടായിരുന്ന ID കാർഡ്. ആ ID കാർഡ് ഫാദർ നോക്കുകയാണ്. നമ്മൾ രാവിലെ 8 മണിക്കാണ് സ്കൂളിലോട്ട് പോകാൻ ഇറങ്ങിയത്. ഫാദർ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. എന്നും സ്കൂളിൽ പോകുമ്പോൾ കരച്ചിലും ബഹളമാണ്. ഇന്ന് രാവിലെ എണീച്ച് സ്കൂളില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് സ്കൂളിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് റെഡിയായൊക്കെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പെട്ടെന്ന് റെഡിയാവും, നമുക്ക് സ്കൂളിൽ പോകണമെന്ന്. ആ കാണുന്നതാണ് ശിവൻ്റെ സ്കൂൾ. ശിവൻ്റെ സ്കൂളാണെങ്കിൽ നല്ല അടുത്താണ് കേട്ടോ. അതൊന്നും പോകണം. ഫാദറുടെ സ്കൂളിൽ ആൽക്കെ മാള്, ആ മാളിൻ്റെ അടുത്തായിട്ട് വരും ഫാദറുടെ സ്കൂള്. 8 മണിയാണെങ്കിൽ നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫാദർ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരികയാണ്. സ്കൂൾ ബസ് കണ്ടപ്പോൾ ഇന്നലെ ഞാൻ ഈ സ്കൂൾ ബസ്സിലാണ് ട്രിപ്പിന് പോയത്. ആ കാര്യങ്ങളൊക്കെ ഫാദർ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്ക് നല്ല ട്രാഫിക് കേട്ടോ. ഇവിടെ പിന്നെ പേടിക്കാനില്ലല്ലോ, റോഡൊക്കെ ക്രോസ് ചെയ്യാൻ വണ്ടിയൊക്കെ നിർത്തി തരും. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. ഈ കാണുന്നതാണ് ഫാദറുടെ സ്കൂള്. ഫാദറുടെ സ്കൂളിൻ്റെ പുറകുവശം വഴിയാണ് നമ്മൾ പോകുന്നത്. അതാണ് നമുക്ക് എളുപ്പം. മറ്റാണെങ്കിൽ ഒത്തുകൂടി കറങ്ങി ചുറ്റി നടക്കണം. ഈ മാളിൻ്റെ അടുത്തായിട്ടാണ് ഫാദറുടെ സ്കൂള്, ആൽക്കെ മാളിൻ്റെ പുറകുവശത്ത്. അങ്ങനെ നമ്മൾ ഫാദറുടെ സ്കൂളിൽ പോയപ്പോഴത്തേക്ക് ഇന്നലെ കുറച്ച് കുട്ടികൾ ട്രിപ്പ് പോയിരുന്നല്ലോ ഫാദറുടെ ക്ലാസ്സിലൊക്കെ. ഇന്നും വലിയ കുട്ടികൾക്ക് ഇന്നായിരുന്നു ട്രിപ്പ്. ആ കുട്ടികളൊക്കെ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഫാദർ കണ്ട് എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയാം. ഇന്നലെ ഞാൻ ഇതുപോലെ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫാദറുടെ ക്ലാസ് റൂമിലോട്ട് പോകാനായിട്ട് നമ്മളെത്തി. അപ്പോൾ ഫാദർ എനിക്ക് പറയാം, ഞാൻ ആദ്യമായിട്ടാണ് ഫാദറുടെ ക്ലാസ് റൂമിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഫാദർ എൻ്റെ അടുത്ത് പറയാം, ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഫാദർ. അങ്ങനെ അകത്തോട്ടൊക്കെ കയറി ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ നോക്കി വീഡിയോ എടുത്ത് ഞാൻ പോവുകയാണ്. അതാണ് ഫാദറയുടെ ക്ലാസ് റൂം. അവിടെ ഫാദർ പഠിക്കുന്നത് FS1-ലാണ്, FS1A-യിൽ. FS1 എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ സ്റ്റഡീസ് ഫസ്റ്റ്. ഇതാണ് ഫാദറുടെ ടീച്ചർമാർ. അങ്ങനെ ഫാദറെ കണ്ടപ്പോഴത്തേക്ക് ശരത് എന്നും പറഞ്ഞാൽ വിളിക്കുന്നത്. ടീച്ചറിന് ഇതുവരെയ്ക്കും ഫാദറുടെ പേര് മനസ്സിലായില്ല. ശിവഭദ്ര ശരത് മംഗല്യ. അപ്പം ഫാദറയുടെ അവിടെ എഴുതിയിരിക്കുന്ന സീറ്റിലും എല്ലാത്തിലും ഫാദറയുടെ ശരത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത്രയും വലിയ പേര് വിളിക്കാൻ പാടെന്നൊക്കെയാണ് ടീച്ചർമാർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ് ഫാദറയുടെ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഫാദർ നല്ല ആക്റ്റീവാണ്, പക്ഷേ സംസാരം ഇല്ലയെന്ന്. അതൊക്കെ കഴിഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഈ ബിസ്ക്കറ്റ്, വെള്ളം, കേക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഫാദറേയും ഞാനും ഒരു കേക്ക് എടുത്തു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി ടീച്ചർ എല്ലാ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ക്ലാസ്സിൽ സംസാരം ഇല്ല, റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം എന്നൊക്കെയാണ് ഫാദറെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് ഫാദറയുടെ പ്ലേ ഏരിയയൊക്കെ. അപ്പോൾ ഫാദർ എൻ്റെ അടുത്ത് പറയാം, ഞാൻ ഇവിടെ വന്ന് കളിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. 8 മണി 8:30 ആയെങ്കിൽ നല്ല വെയിലും കാര്യങ്ങളും ഉണ്ട് കണ്ടോ. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് അധികം കുട്ടികളെ വെളിയിലിറക്കി കളിപ്പിക്കത്തില്ല. ഇതാണ് സ്കൂളിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്, ഫ്രണ്ട് ഗേറ്റ്. ഇതുവഴി വരണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ബാക്ക് സൈഡിൽ കൂടെ വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫാദറുടെ സ്കൂളിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫാദർ 2 കേക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞ കേക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും ഫാദറെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നോക്കി ചിരിക്കുക. എന്നിട്ട് രണ്ടുപേരും കൂടി കേക്കൊക്കെ ഓപ്പൺ ചെയ്ത് കഴിച്ച് നേരെ വീട്ടിലോട്ട്. ബായ്.